നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചോദിച്ചതിന് മറുപടി പറയ. ഈ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരാടി? ഞാനേ വിശാൽ സാറിന്റെ ഭാര്യ. ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ എനിക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് പണം നൽകുന്നതിൽ നിന്നും വിശാൽ സാറിനെ ഞാൻ മനഃപൂർവ്വം തടഞ്ഞതാ. അത് സാറിന് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. നീ എന്തിനാ തടഞ്ഞത്? ആ പണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചെലവാക്കിയിരുന്നെങ്കിൽ ഞാനത് തടയില്ലായിരുന്നു. അതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ശരിയായിരുന്നില്ല. നിങ്ങൾ വിശാൽ സാറിനെ പറ്റിക്കാനാണ് ശ്രമിച്ചത്. സാർ അത് തിരിച്ചറിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം. ഞാൻ കൂടെയുള്ളപ്പോ സാറിനെ ആർക്കും പറ്റിക്കാനാവില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. അത് പ്രഭാവതി അമ്മയായാലും എന്റെ ആ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. നീ എന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറയുന്നോടി. നിന്നെ ഞാൻ എന്താ എന്തു പറ്റി? അതെ വിശാൽ സാറേ, അമ്മയ്ക്ക് കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനൊന്ന് തിരുമ്മി കൊടുക്കുമായിരുന്നു. അല്ലേ അമ്മേ? ആ അതെ അതെ. 2 ദിവസമായിട്ടേ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് പാർവതിയെ കൊണ്ട് തടവിപ്പിക്കായിരുന്നു ഞാൻ. ഇപ്പോ എങ്ങനെയുണ്ടമ്മേ? ആ നല്ല കുറവുണ്ട്. ഒരാശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ അടികൂടുകയാണെന്ന്. അയ്യോ, സാർ എന്തിനാ അങ്ങനെ കരുതിയത്? പ്രഭാവതി അമ്മ എന്നെ സ്വന്തം മോളെ പോലെയല്ലേ കരുതുന്നേ? അപ്പൊ പിന്നെ അമ്മയും മോളും തമ്മിൽ അടികൂടുവോ? കണ്ടോ കണ്ടോ, ഇവള് പറഞ്ഞത് കേട്ടോ? ഇവളെനിക്ക് മോളെ പോലെയാ. ഇവള് ഞാൻ തല്ലുവോ? ദേ, നീ ഞങ്ങളെ കുറിച്ച് വേണ്ടാത്ത ഒന്നും വിചാരിക്കണ്ട കേട്ടോ വിശാലേ. സോറി, ഞാൻ ഒരു തമാശക്ക് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. പാർവതി, നീ അമ്മയുടെ കയ്യ് ശരിക്ക് തിരുമ്മി കൊടുത്തേ. എന്താടി, എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം ഒന്നേ ഉള്ളൂ. ഈ കുടുംബത്തിന്റെയും വിശാൽ സാറിന്റെയും സംരക്ഷണം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഈ കുടുംബത്തിന്റെ മരുമകളായിട്ട് വന്നിരിക്കുന്നതും. അതാണ് ഉദയന്നൂരമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം, എന്റെ കർത്തവ്യം. ഇനി ഒരു ചതിയോ രക്തച്ചൊരിച്ചിലോ ഈ വീട്ടിലുണ്ടാവില്ല. അതിനാരെങ്കിലും മുതിർന്ന അവരനുഭവിക്കും. അവരെ അനുഭവിപ്പിക്കും ഞാൻ. ശരി, നിന്നെ ഞാൻ അഴിച്ചുവിടാം. പക്ഷേ അഴിച്ചുവിടണമെങ്കിൽ നീ എനിക്ക് 10 ഉമ്മ തരണം.
10 1 കോടി ഉമ്മ ഞാൻ തരും. ശരി, തൽക്കാലം നീ 10 ഉമ്മ താ. ഉമ്മ 1 ഉമ്മ 2 ഉമ്മ 3. പാവം വിശാൽ സാറ്. സാറ് ഇത്രയ്ക്ക് ശുദ്ധഹൃദയനായി പോയല്ലോ. കാളകൂട വിഷം ഉടലിലും ഉള്ളിലും പേര് ജീവിക്കുന്ന പ്രഭാവതി അമ്മയാണല്ലോ സാറ് കണ്ണുടച്ച് വിശ്വസിക്കുന്നത്. കപട സ്നേഹവും വിശ്വാസവും കൊണ്ട് പ്രഭാവതി അമ്മ സാറിന്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ആ മുഖപടം അഴിച്ചു മാറ്റി സാറിന് എങ്ങനെയാണ് നേർവഴി കാട്ടിക്കൊടുക്കുന്നത്? സത്യം എങ്ങനെ സാറിനെ ബോധ്യപ്പെടുത്തും? എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് വിഷം തന്നത് അവളാ, പ്രഭാവതി. ആ പിശാച്. മോനെ, അവള് നിന്നെയും ഒരു ദിവസം കൊല്ലും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. സ്വന്തം അമ്മയുടെ ജീവൻ എടുത്തവരെയാണ് സാറ് ദൈവത്തിന് തുല്യം കാണുന്നത്. എന്റെ ഈശ്വര, എന്തൊരു വിധിയാണിത്. വിശാൽ സാർ, നിങ്ങൾ ദൈവമായി കാണുന്ന പ്രഭാവതി അമ്മ ദൈവമല്ല, അവര് പിശാചാണ്. സാറിന്റെ അമ്മയുടെ ജീവൻ അപഹരിച്ച രാക്ഷസ ജന്മം. വിശാൽ സാർ, ഇവിടുത്തെ സ്വത്തുക്കളാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി നാളെ സാറിനെ കൊല്ലാൻ പോലും അവര് മടിക്കില്ല. സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ സാറിനെ രക്ഷിച്ചിരിക്കും. കുറച്ച് വൈകിയാലും ശരി, ഒന്നില്ലാതെ എല്ലാ സത്യങ്ങളും ഞാൻ സാറിന്റെ കണ്ണിൽ തെളിയിക്കും. ഇത് പാർവതിയുടെ വാക്കാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.